അല്ല, അതെ, ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു എം എൽ എ ലെവലിലൊക്കെ ഉള്ള ആൾ ഈ കോൺസ്പിറസിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഏതാനും പ്രവർത്തകന്മാർ, അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ അത് വളരെ ആസൂത്രിതമായി ഉയർന്ന ലെവലിൽ ചിന്തിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂരത ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത്. അതിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് മാതൃകാപരമാണ്, മറ്റുള്ളവർക്ക് പാടായിരിക്കും. പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാന്നുള്ളതാണ്. കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് യു ഡി എഫിൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം, പാർട്ടിയുടെയൊക്കെ അഭിപ്രായം അതുതന്നെയാണ്. ഈ കുറച്ചുകൂടി കടുത്ത ഒരു ശിക്ഷാവിധി പ്രതീക്ഷിച്ചിരുന്നു. അല്ല, ഈ കൊലപാതകത്തിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ, അതിൻ്റെ ഒരു ക്രൂരതയുടെ സ്വഭാവം, ഗൗരവം കണ്ടാൽ ആരും അങ്ങനെയാണ് കരുതുക. ഇതിലേറെ ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട് എന്നേ കരുതൂ. മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഉയർന്ന ലെവലുള്ള ആളുകൾ, നേതാക്കൾ, എം എൽ എ ലെവലിലൊക്കെ ഉള്ള ഒരു ജനപ്രതിയൊക്കെ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പരസ്യമായിരുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവമുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ വികാരം തന്നെയാണ് ശിക്ഷ പോരാ എന്നുള്ളത്. ആ വികാരം അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഒരു എം എൽ എ ആണെങ്കിലും പാർട്ടി ഭാരവാഹികളൊക്കെ നേരിട്ട് പങ്കാളികളായി അവർ ശിക്ഷിക്കപ്പെടുന്നൊരു കേസ് കൂടിയിട്ട് ഇത് മാറിയല്ലോ. അപ്പോൾ നേരത്തെ തന്നെ CPM-നെതിരെയുള്ള ഈ കൊലപാതക രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ഇത് കൂടി ആവില്ലേ? ആണ്, തീർച്ചയായിട്ടുമാണ്. കാരണം വെച്ചാൽ ഈ ആസൂത്രിതമായി പൊളിറ്റിക്കലായിട്ട് ആലോചിച്ച് കൊലപാതകം നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന് തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, കേരളത്തിൽ അത്തരം സംഭവങ്ങൾ തുടരെ നടന്നിരുന്നു. പക്ഷേ ഈ ശിക്ഷ ഇനിയിപ്പോൾ അത്തരം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും ഒരു തടസ്സം തന്നെ ആയിരിക്കും. അതൊന്നും ശിക്ഷ കിട്ടാതെ പോകില്ല എന്ന് എന്തെങ്കിലും തെളിഞ്ഞല്ലോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണപാഠം. ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്കൊപ്പം പാർട്ടി ഉണ്ട് എന്നുള്ള സന്ദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റൊരു കൊലക്കേസിലെ പ്രതി ശ്രീജിത്തിൻ്റെ വീട്ടിൽ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി വരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി വരുന്നു. അതുപോലെ തന്നെ കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർക്കൊപ്പം വീണ്ടും പാർട്ടി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധി കൊണ്ട് മാത്രം ഇത് മാറുന്നു. അതാണ് ഈ കൊലപാതകങ്ങൾ പിന്നെയും ഇങ്ങനെ അടിക്കടി നടക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരന്തരം സംഭവിച്ചതൊക്കെ. എന്ത് ക്രൂരകൃത്യം ചെയ്താലും നോക്കാൻ ആളുണ്ട്, തെറ്റ് ചെയ്തവരെ ആ നിലക്ക് കാണാതെ നോക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു നില വരുന്നത് അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥ. ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. പങ്കില്ല എന്നാണ് അത് സ്ഥിരം അടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് ജനങ്ങൾ കാണുന്നുള്ളൂ. ഏത് കൊലപാതകവും നടന്നാലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നടന്നാൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ കേസിൽ അതൊരു തെളിവായി വരികയും ചെയ്തു.